ഇരിക്കട്ടെ. ഒരു മനുഷ്യപ്പറ്റില്ലാത്തവൻ. വാദം മാത്രം ഇത്ര നീളത്തിലാണ്. നീ എന്തായാലും വളരെ ബോധമില്ലാതെ പിച്ചും പറയുന്നത്. അല്ല, നിന്റെ അപ്പുറം പോലെ നീയും കുടിച്ചു തുടങ്ങിയത്. ഞാൻ സ്വഭാവത്തോട് തന്നെ പറയുന്നത്. ഒരു ഭജന വാങ്ങാൻ വന്നിരിക്കുന്നു. ചുമ്മാ കള്ളത്തരം പറഞ്ഞ് കണ്ട പെമ്പിള്ളേരെ കറക്കി കയ്യിലെടുത്ത് കാര്യം സാധിക്കാൻ വേണ്ടി. ഇതാരെ കൊണ്ടുവന്ന് താഴെ ഇട്ടിരിക്കുന്നത്. ഇനി എന്റെ കണ്ണിലെങ്ങാനും കണ്ട ഒരു പാഠം പഠിപ്പിച്ചതിന് വിടും. ആരാ? എന്ത് വേണം? അല്ല, ഇവിടെ ഇടങ്ങേറ് കാണിക്കുന്ന ഒരു കുട്ടി പശു ഉണ്ടെന്ന് കേട്ടു. ഉണ്ടെങ്കിൽ ആർക്കാ നഷ്ടം? ഞങ്ങളെ ഇവിടെ കെട്ടിയിട്ടോളാം. എനിക്കും കെട്ടാൻ അറിയാം. ഞാനും ഒരു നല്ല കാളത്തരകനാണ്. ആ കച്ചവടത്തിലേ വേറെ വല്ല ചന്തയിലും പോയാട്ടെ. ഒന്നുമില്ലമ്മേ, ആരോ ഒരു കാളത്തരകൻ. ഞാൻ ഇവിടുത്തെ പശുവിനെ വാങ്ങാൻ വന്നതാ. എവിടാ നാട്? പേരെന്നതാ? അങ്ങ് തെക്കാണെന്നേ. പേര് പൗലോസ് ചേട്ടനാ. നീ കൊച്ചിനെ കടിച്ചു തിന്നാൻ ചെന്ന നീ ഇതൊക്കെ എങ്ങനെ അറിയാടി? അത് ചോദിച്ചു മനസ്സിലാക്കിയമ്മേ. ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടു. എന്നോട് പലതും ചോദിച്ചു. ഞാൻ നിനക്ക് സമാധാനം പറഞ്ഞു. ഇരുന്നാട്ടെ കുഞ്ഞ്, വന്ന കാലം നിന്നാലോ. ദീനാമേ, എന്താ വേണോ പശുവിനെ? ആ, തന്നാൽ വേണം. അന്തേ കള്ള ലീലാമേ, ദാ വരുന്നമ്മേ. ചേട്ടൻ അങ്ങോട്ട് ഇരുന്നേ. ചേട്ടൻ ചേച്ചിയെ കെട്ടാവുന്ന ആളാണോ? വരൂ വരൂ. ആ, നിന്റെ പേരെന്താ? ജോണിച്ചനെന്നാ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്സിലാ. ചേട്ടാ, എനിക്കൊരു 10 പൈസ തരാമോ? എന്തിന്? സ്കൂളിൽ പോകുമ്പോൾ ബോണ്ട വാങ്ങിത്തിന്ന. നീ കാലത്ത് എന്ത് കഴിച്ചു? കാലത്ത് കപ്പ. ഉച്ചയ്ക്കോ? കപ്പയും കഞ്ഞിയും. ഓഹോ, ആ ശരി. 1 രൂപ വെച്ചോ. എനിക്ക് 1 രൂപ ഒന്നും വേണ്ട, 10 പൈസ മതി. ശരി, എന്നാ 25 പൈസ ഉണ്ട്. ഈ പട്ടിണി കുടുംബത്തെ വഴിയാധാരമാക്കിയാണോ ഞാൻ ജോലി സമ്പാദിച്ചത്? എന്റെ കർത്താവേ, എനിക്ക് മാപ്പ് തരണേ. ഈ പണിപ്പുരയിൽ നീയല്ല, നിന്റെ അമ്മയ്ക്ക് വേണാൽ പോലും. എന്റെ കർത്താവേ, കുടി കഴിഞ്ഞിട്ട് ഇപ്പം പെണ്ണുങ്ങളുടെ കൂടെ പോക്കും തുടങ്ങിയ. എന്ന് തുടങ്ങി ഈ നശിച്ച സ്വഭാവം? ആരാ പിശാച്? ഏതാവള്? എടി, അവളെന്നെ പിടിച്ച് നിലത്തിട്ട് എന്റെ മുണ്ടെല്ലാം പിടിച്ചടിച്ചു. ഞാൻ പിടിക്കും പൂണ്ടണ. ഏത് ദ്രോഹിക്കാൻ നിങ്ങൾ അങ്ങനെ തമാടിത്തരം കാണിച്ച് അവരുടെ തലയിൽ ഇടിവാട് വിടും. സുന്ദരിയായ ആ കിങ്ങിണിപ്പുഴ, കിങ്ങിണിയാറ്. ഓഹോ, ലവനില്ലാതെ കുടിച്ചിട്ട് ആറ്റി വീഴുന്നതിനാണോ ഇങ്ങനെ ചീത്ത പറയുന്നത്? ഇങ്ങനെ വ്യവസായ പേവെള്ളം കുടിച്ചാൽ ഞങ്ങളുടെയൊക്കെ ഗതി എന്തെന്നാ? ഞാൻ കുടിക്കണേ, ഞാൻ കുടിക്കും. എന്റെ പണം എടുത്തവന് കൊള്ളുന്നത് ഞാൻ കുടിക്കണേ. അല്ല, ചേട്ടൻ അങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടുമില്ല. അതല്ലേ ലീനയുടെ അപ്പൻ? അതെ. ലീനയുടെ അപ്പൻ എന്നെ ഉപദ്രവിക്കുമോ? ഇതെല്ലാം ചുമ്മാതാ ചേട്ടാ. കുടിച്ചാൽ അപ്പൻ ഇങ്ങനെ. ഏതായാലും ഞാൻ പോയിട്ട് ഇനി ഒരു ദിവസം വരാം. അയ്യേ, ചേട്ടൻ ഇത്രയ്ക്ക് തൊട്ടാവാടിയാണോ? ഞങ്ങളെ മനുഷ്യരെ പിടിച്ച് തിന്നുന്നവരൊന്നുമല്ല. പേടി, നീ എന്തിനായി കള്ളനെ പോലീസുകാരെ പിടിച്ചോണ്ട് പോകുന്നതിന്റെ കൂട്ട് എന്നെ പിടിച്ചോണ്ട് പോകുന്നത്? നീ ആളോടാ പശുവിനെ വാങ്ങിക്കാൻ വന്നേ? അതെ. നിനക്ക് ഏത് പശുവിനെ വേണം? ഓ, ഇത് കേട്ടാ തോന്നുമല്ലോ ഇവിടെ ഒത്തിരി പശുക്കൾ ഉണ്ടെന്ന്. മണ്ട്, അത് മനസ്സിലാണ് ഇവര് വന്നിരിക്കുന്നത്. നിനക്ക് സാക്ഷാൽ പശുവിനെ വേണോ ഈ പെണ്ണിനെ വേണോ? നിങ്ങൾ എന്തൊരു മോഹമില്ലാത്ത ചോദ്യമാ ചോദിക്കുന്നേ? ഓടിയായിരുന്നു. നീ ബോധമുണ്ടോടാ? ഞാൻ ബോധമുള്ളതാ. നല്ല ബോധമുണ്ട്. നല്ല ബോധമാണ്. തലക്ക് കുറച്ച് ചോദിച്ച വരെ വന്നേക്കെ. അപ്പൊ ഞാൻ പോകുന്നു. നീ ആ ബസ്സിലുണ്ടായിരുന്നു? ഏത് ബസ്? നീ ആ ബസ്സിലുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എന്റെ പണം വിടടാ. ഇതെന്തോ തീർക്കാം. എന്റെ പണം വിടടാ. കട്ടവനെ കണ്ടില്ലേല് കണ്ടാവനെയാണോ ചോദിക്കുന്നേ? ചേട്ടാ കുഞ്ഞ്, ആ പണം പോയ മുതൽ
അത് ഞാൻ പരിചയമില്ലാത്ത ആരെ കണ്ടാലും ഈ ചോദ്യമോ ചോദിക്കണേ. മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞാനൊന്നും വിചാരിച്ചില്ല എന്റെ കർത്താവേ, ഞാൻ പോകുന്നു. നീ പോകാൻ പറ്റും. നീ പശുവിനെ വാങ്ങിക്കാൻ വന്നതാണെങ്കിൽ പണം എന്റെ തന്നിച്ച് പശുവിനെ കൊണ്ടുപോയി. അല്ല, ഈ പെണ്ണിനെ മതിയെങ്കിൽ അതിനും വില പറഞ്ഞു വെച്ച് പോയി കൊണ്ടുപോയി. വേണ്ട, നല്ല ഫസ്റ്റ് വേണ്ടായേ. അപ്പോ നിനക്ക് പശുവിനെ വേണം. വേണം എടേ ശോശേ, ശോശേ. എന്താ അതൊക്കെ വിട്ടോ? എടേ, നമ്മുടെ പശുവിനെ 750 രൂപയ്ക്ക് ചെവനെ വിട്ടിരിക്കുന്നു. കാശ് കൊണ്ടുപോകുന്ന ഉണ്ട്. 50 രൂപ അഡ്വാൻസ് ഇങ്ങോട്ട് കൊടുത്തു. അത് ഞാൻ എടുത്ത് കൊടുത്താലേ നേരെ അത് എടുത്തോണ്ട് കള്ള് ഷാപ്പിലോട്ട് പോകും. ബാക്കി 2900 രൂപ ഞാൻ 10 ദിവസം കൊണ്ട് തന്നിട്ട് പശുവിനെ കൊണ്ടുപോയിക്കോളാം. എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കുന്ന വീട്ടിൽ കൊടുത്തേക്കാൻ വേണ്ടി ഒന്നുപോലെ വളർത്തിയതാ ആ പശുക്കിടാവിന്. ദൈവം ഏതുകാരനാണ് ഞങ്ങളുടെ രൂപ എടുത്തവനെ പാമ്പ് കൊട്ടു. അവന്റെ കടയിൽ വെള്ളി ഞാൻ നേരെ ഒരുപാട് ഇരിക്കും. ഇച്ചിരി കാപ്പി കുടിച്ചിട്ട് പോകണം. നിങ്ങൾ വന്നാട്ടെ വല്ലതും കഴിക്കാം. അപ്പൊ നിനക്ക് കള്ള വേണ്ട. വേണ്ട, കള്ളോട് നിനക്ക് ഇതിന്റെ ഗുണം അറിയാമോ? പിച്ചാത്തി എന്തേടി വേണ്ട കേട്ടാ, നല്ല മലബാർ കപ്പ് പുഴുങ്ങിയത് കഴിച്ചാട്ടെ. വേണ്ട ലീന, നേരെ ഒത്തിരി ഞാൻ പോട്ടെ. ഓ, ഞങ്ങൾ പാവങ്ങളായതുകൊണ്ടായിരിക്കും കഴിക്കാത്തത്. നിങ്ങൾ ആരായിരുന്നാലും എനിക്കൊരു കടമയുണ്ട്, ഒരു മനസാക്ഷിയുണ്ട്. ലീന, എന്തൊക്കെയോ നടന്നുപോയി. ആ തെറ്റിനെല്ലാം ഞാൻ പരിഹാരം ചെയ്യണം. ഇവിടെ അങ്ങനെ ഒരു തെറ്റും നടന്നില്ലല്ലോ. ഓ, അപ്പം ചീത്ത പറഞ്ഞതാണോ? എന്തു പറഞ്ഞാലും കുറ്റം ചെയ്തവൻ അതൊന്നും സാരമില്ല. നിങ്ങളോടും കുടുംബത്തോടും എനിക്കൊരു കടപ്പാടുണ്ട്, അത് ഞാൻ നിറവേറ്റും. അത്ര നിർബന്ധമാണെങ്കിലേ എന്നെ കെട്ടിക്കൊണ്ടുപോയി. എന്നാല് ഞാൻ പോയിട്ട് ഒരു നല്ല കയറുമായി വരാം, എന്നിട്ട് ഈ മാൻകുട്ടിയെ കെട്ടിക്കൊണ്ടുപോകാം. എന്നാലേ ഈ കാപ്പി ഇടും. അല്ല, മഴയും കാറ്റും കൂടി വരുന്നുണ്ട്, ഞാൻ എങ്ങനെ പോകും? ഇന്ന് ഇവിടെ കിടക്കാം. ഈ മഴ തോരാതെ പോയാലേ ആദ്യം വെള്ളം കൂടും. ആ, എന്റെ കാര്യ അയ്യോ, തണുപ്പോണ്ട് ചേട്ടന് പനി പിടിക്കും. നല്ല സുഖമായിട്ട് കിടന്നറിയും. ശരി, ആയിക്കോട്ടെ. ലീല, ശോശാമ്മേ, എടി ശോശാമ്മേ, എടി കർത്താവെ കിടത്തി ഉറക്കത്തില്ലല്ലോ. ശോശ 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 എന്നെ വേണം. എടി നിന്നെ മറ്റൊന്നിനല്ല വിളിച്ചത്. ആ ചെറുക്ക പോയോടി. അവനാ പിന്നാലെ കിടക്കുന്നു. അവനെന്തേ ലീന? അവളെ അടുത്ത വരില്ല. എടി ശോശാമ്മേ, അവനാ ജനലിൽ കൂടെ അവിടെ മുയിലെങ്ങാൻ കയറുകൂടി. അതേ നിങ്ങളുടെ സ്വഭാവം. ആ, ഏതായാലും പിച്ചാത്തി കൈയിരിക്കട്ടെ. വല്ല ശബ്ദം ഉണ്ടാകുന്നതിന് വിളിച്ചേക്കണം കേട്ടോ.